ഇതിൻ്റെ ചികിത്സാ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ വേണം ഇതിന്. സാധാരണ ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ഈ അസുഖം നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ പലർക്കും ഉള്ള ഒരു സംശയമാണ് ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് ആരോഗ്യരംഗത്ത് വളരെ വെല്ലുവിളി നേരിടുന്ന ഒരു അവസ്ഥയെപ്പറ്റി സംസാരിക്കാനായിട്ടാണ്. എന്നാണെന്നറിയാവോ? MRSA. MRSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റഫിലോകോക്കസ് ഓറിയസ്. അപ്പോൾ ഇതിന് മേഴ്സ എന്നും പറയാറുണ്ട്. അത് സ്റ്റേറ്റ്സിലൊക്കെയാണ് കൂടുതലായിട്ട് മേഴ്സ എന്ന് പറയുന്നത്. ഇവിടെയും ഉപയോഗിക്കുന്നവരുണ്ട്. മേഴ്സ എന്ന് അതിനെ പറയുന്നവരുണ്ട്. അപ്പോൾ ഇത് സ്റ്റഫിലോകോക്കസ് ഓറിയസ് നമ്മുടെ സ്കിന്നിലും നമ്മുടെ മൂക്കിലും കാണുന്ന ഒരു പ്രത്യേകതരമായ ഒരു ബാക്ടീരിയയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ആൻറ്റിബയോട്ടിക്കുകളോട് പ്രതിരോധ ശേഷിയുള്ളതാണ്. അപ്പം ഇതിൻ്റെ ആ ഒരു പ്രത്യേകത കാരണം നമ്മുടെ ഇത് പല അസുഖങ്ങളിലേക്കും അത് പോകാം, ഇത് ഗുരുതരമായി മാറാം. ഇതാണ് ആരോഗ്യരംഗത്ത് ഒരു വെല്ലുവിളിയാന്ന് പറയുന്നതിൻ്റെ കാരണം. നമുക്ക് നോക്കിയാലോ എന്താണ് MRSA എന്ന്. നേരത്തെ പറഞ്ഞില്ലേ, മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റഫിലോകോക്കസ് ഓറിയസ്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ആൻറ്റിബയോട്ടിക്കുകൾ മെത്തിസിലിൻ, പെനിസിലിൻ, അല്ലെന്നുണ്ടെങ്കിൽ ടൈപ്സ് ഓഫ് പെനിസിലിൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അത് പിന്നെ നമ്മുടെ ഓക്സാസിലിൻ ഇതിനോടൊക്കെ പ്രതിരോധ ശേഷിയുള്ളതാണ്. നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് രോഗം നമ്മൾക്കത് മാറ്റാൻ പറ്റില്ല. അത് കൂടുതൽ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പം ഇതിന് നമുക്ക് പ്രത്യേക ആൻറ്റിബയോട്ടിക്കുകളുണ്ട് ചികിത്സിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് MRSA എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണിത് ഉണ്ടാവുന്നത്? അത് മെയിനായിട്ടും 2 രീതിയാണ്. ഒന്ന് ഹോസ്പിറ്റൽ അക്വയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾ, സർജറി കഴിഞ്ഞവരെ, ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഉടനെ കുറച്ച് ദിവസങ്ങളായതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെയുള്ളവരെ, പിന്നെ ICU രോഗികൾ, പിന്നെ കത്തീറ്ററൊക്കെ ഉപയോഗിക്കുന്നവർ, പിന്നെ ഇത് നമ്മൾ ഈ ഡയാലിസിസും കാര്യങ്ങളുമൊക്കെ ഇല്ലേ, അപ്പോൾ ഈ ട്യൂബൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അങ്ങനെ പിന്നെ ആശുപത്രി ഉപകരണങ്ങൾ കറക്റ്റായിട്ട് അവർ സ്റ്റെറിലൈസ് ചെയ്യാതെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ അക്വയർഡ് MRSA എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി അക്വയർഡ് MRSA. അതായത് കമ്മ്യൂണിറ്റിയിൽ വെച്ച് നമുക്ക് ഹോസ്പിറ്റലിന് പുറത്ത് പകരുന്ന MRSA. അത് മെയിനായിട്ടും ഭയങ്കരമായിട്ട് ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഒരുപാട് ആൾക്കാർ തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് സ്പോർട്സിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരുടെ ഇടയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നത് മൂലം അങ്ങനെ പകരാം. പിന്നെ നമ്മുടെ തുവാല, നമ്മുടെ ഷേവർ, പിന്നെ നമ്മുടെ ക്ലോത്ത്സ് അതൊക്കെ ഷെയർ ചെയ്യുന്നത് മൂലം, പിന്നെ നല്ലപോലെ ക്ലീൻ ചെയ്യാത്ത ഉപരിതലങ്ങളൊക്കെ, അതായത് ഈ കോമൺ ഷവർ, കോമൺ ബാത്റൂമും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അവിടെയൊക്കെ നമ്മൾ ചെരുപ്പില്ലാതെ കയറുന്നതും, പിന്നെ നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്കത് അങ്ങനെ വരാം. ഇതാണ് കമ്മ്യൂണിറ്റി അക്വയർഡ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് പകരുന്നത്? ഇതിൻ്റെ ആദ്യത്തെ കാരണം സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഷേവറും ടവലും തുവാലകളും അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ക്ലോത്ത്സും ഒക്കെ ഷെയർ ചെയ്യുന്നത് മൂലം, പിന്നെ സ്പോർട്സിൻ്റെ ഉപകരണങ്ങളൊക്കെ ശരിയായ രീതിയിലാണ് വിമുക്തമാക്കാതെ ഉപയോഗിക്കുന്നത് മൂലം, പിന്നെ ഈ ആൾക്കാർ ഈ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പിന്നെ ശുചിത്വം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ, അപ്പം അവിടെ നിന്നൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഇത് പകരാനുള്ള വഴികൾ കൂടുതൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് MRSA ആണോ എന്നുള്ളത്? അത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാബാണ്. നമ്മൾ മൂക്കിൽ നിന്നും നമ്മുടെ സ്കിന്നിൽ നിന്നുമൊക്കെ സ്വാബ് എടുത്ത് വിടും. പിന്നെ കൾച്ചറും സെൻസിറ്റിവിറ്റിയും. കൾച്ചർ ബാക്ടീരിയ വളർത്തിയിട്ട് അത് നോക്കുന്നതാണ്. ഇപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഏത് ആൻറ്റിബയോട്ടിക്കിനോടാണ് ഇത് പ്രതികരിക്കുന്നത്, ഏത് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാൽ
ആണ് ഇത് അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത്. അപ്പം അതിനാണ് കൾച്ചറും സെൻസിറ്റിവിറ്റിയും ചെയ്യുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല സ്കിൻ ഇൻഫെക്ഷനാണ്. അപ്പോൾ സ്കിന്നിൻ്റെ ചുറ്റും നല്ലപോലെ വീക്കമോ അല്ലെങ്കിൽ നല്ല ചുമന്നിരിക്കുകയോ, ഇൻഫ്ലമേഷന്, സ്വെല്ലിങ്, അപ്പം നീര് വെച്ച് ഇരിക്കുന്നത്, പിന്നെ നമ്മൾ തൊടുമ്പോൾ ആ ഭാഗത്ത് തൊടുമ്പോഴുള്ള ഒരു ചൂട്, നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടുക, പിന്നെ സ്പൈഡർ വെബ് പോലുള്ള വ്രണങ്ങൾ, പിന്നെ ഈ വ്രണങ്ങളിനകത്ത് തന്നെ അത് ഒത്തിരി ഇതായി കഴിയുമ്പോൾ പുഴുക്കളൊക്കെ വരിക. അപ്പം ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഈ ഇൻഫെക്ഷൻ നമ്മുടെ ബ്ലഡിലേക്കും നമ്മുടെ എന്താ പറയുന്നത് എല്ലുകളിലേക്കും ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾക്ക് അതിഭയങ്കരമായിട്ടുള്ള പനി വരാം, ഛർദിൽ വരാം, പിന്നെ തലവേദന, തലകറക്കം, അപ്പം ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ വരാം. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് സെപ്സിസിലേക്ക് പോകാം. ഞാൻ എൻ്റെ സെപ്സിസിൻ്റെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സെപ്സിസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ എന്താ പറയുന്നത് ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതായത് നമ്മൾക്ക് ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു അവസ്ഥയാണ്. അത് ശരിയായ സമയത്ത് ശരിയായ ചികിത്സ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ ഓർഗൻസൊക്കെ ഫെയില്യൂർ ആകാം. അപ്പോൾ നമ്മൾക്ക് മരണം സംഭവിക്കാം. ഇതാണ് ഇതിൻ്റെ ഗുരുതരമായ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ എങ്ങനെയാണ് അത് ചികിത്സിക്കുന്നത്? ഇതിൻ്റെ ചികിത്സിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിന് ശക്തമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ വേണം. അപ്പോൾ വാങ്കോമൈസിൻ അതിലൊരു ആൻറ്റിബയോട്ടിക്കാണ്. അതുപോലെ തന്നെ നമുക്ക് കട്ടി കൂടിയ ആൻറ്റിബയോട്ടിക്കുകളുണ്ട്, അത് കൊടുക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക IV ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുക. അപ്പം ഇഞ്ചക്ഷൻ ആകുമ്പോൾ നമുക്ക് സിസ്റ്റത്തിലേക്കൊക്കെ പെട്ടെന്ന് അത് എത്തുമല്ലോ. അപ്പം അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കുക. പിന്നെ ഈ മുറിവുകളിൽ നിന്നൊക്കെ ചെറിയ ഇപ്പം അധികമൊന്നും തുറക്കാത്ത മുറിവൊക്കെ ആണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് ട്രെയിൻ ചെയ്യുക. അതിനകത്ത് പുഴുക്കളും അതിനകത്തെ പസ്സും ഒക്കെ ട്രെയിൻ ചെയ്ത് കളയുക. ഇപ്പം ഇതാണ് ഇതിൻ്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ സ്റ്റഫിലോക്കോക്കസ് ഓറീസ് ബാക്ടീരിയ നമ്മുടെ സ്കിന്നിലും മൂക്കിലൊക്കെ ഉണ്ടെന്നേ. അപ്പം അങ്ങനെയുള്ളവർ, അവർക്ക് സിംറ്റംസ് ഒന്നും കാണത്തില്ല, അവരെ കാരിയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് അസുഖം പകരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൂക്കിൽ പുരട്ടാനായിട്ടുള്ള ഓയിൻമെൻറ്റും സ്കിന്നൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷനും കൊടുക്കും. അതൊരു 2 ആഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ടും അത് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ചികിത്സ പറഞ്ഞു അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ എന്നുള്ളത്. ഇത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. നമ്മളത് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് അത് ആ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അവർക്ക് മറ്റുള്ള ആൾക്കാരെ പോലെ മറ്റുള്ളവരുടെ കൂടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക MRSA വന്നവരെ നമ്മൾ സമൂഹത്തിലേക്ക് അകറ്റി നിർത്തുന്ന ഒരു പ്രവണതയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതവർ എന്താ പറയുന്നത് അത് ചികിത്സിച്ച് ഭേദമാക്കിയെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് അവരത് അകറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർ പൂർണ്ണമായിട്ടും അതിൽ നിന്നും എന്താ പറഞ്ഞത് അത് ചികിത്സിച്ച് ഭേദമാക്കിയവരാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ MRSA ഉള്ള ആൾക്കാരെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് മടിയായിരിക്കും പോയി ഒന്ന് വിസിറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒക്കെ. പക്ഷേ അതിനകത്തൊന്നും മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് ശരിയായ പ്രിക്കോഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയായ നിങ്ങളുടെ ശുചിത്വം പാലിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിസിറ്റ് ചെയ്യാനും പറ്റും. എന്ത് ചെയ്യുന്നതിനും യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്തിരി കെയർഫുൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറയണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു, പക്ഷേ എങ്കിലും പറയാമെന്നോർത്തു. നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ഈ MRSA ഉള്ള പേഷ്യൻസിൻ്റെ ഇടയ്ക്ക് അവരെ ഒരു ഐസൊലേഷൻ അവർക്ക് ആവശ്യമാണ്. അവരെ വേറെ മാറ്റി കിടത്തേണ്ട ആവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ അവരെ അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഒരു ഗ്ലൗസും ആ ഏപ്രണും ഇട്ടുകൊണ്ട് അടുത്ത പേഷ്യൻസിലേക്ക് പോകുന്ന
ഒരു പ്രവണതയുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവമുണ്ട്, കണ്ടിട്ടുമുണ്ട് അവിടെ അത്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ MRSA ഉള്ളവരുടെ സാധാരണ അവരുടെ റൂമിൽ തന്നെ കാണും ബിന്നും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഏപ്രണും ഗ്ലൗസും അത് ഡിസ്പോസ് ചെയ്യാനുള്ള ബിന്ന് അവിടെ തന്നെ കാണും. അപ്പോൾ അത് അവിടെ തന്നെ അത് ഡിസ്പോസ് ചെയ്തിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്ത പേഷ്യൻസിലേക്ക് പോകാൻ വേണ്ടി. പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് അസുഖം പകരാനുള്ള കാര്യം ക്രോസ് ഇൻഫെക്ഷനാണ്. അതായത് ഒരാളെ തൊട്ടിട്ട് അടുത്തയാളെ കൈ വാഷ് ചെയ്യാതെ അടുത്തയാളെ തൊടുമ്പം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ക്രോസ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ കാരണം വേറൊരാൾക്ക് അസുഖം വരാതിരിക്കാൻ നമ്മൾ നോക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്നവർ നിങ്ങൾ ഒരു ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു രോഗിയെ മാത്രം പരിചരിക്കുക. അത് സേഫായിട്ടത് ഡിസ്പോസ് ചെയ്തിട്ട് മാത്രം ഹാൻഡ് വാഷ് ചെയ്തിട്ട് മാത്രം അടുത്ത രോഗികളിലേക്ക് പോവുക. കാരണം അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ശരിയായുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ട്രെയിനിങ് ഒക്കെ കിട്ടാതെയൊക്കെ ഇരുന്നിട്ടാണ്. അങ്ങനെ സംശയമുള്ളവരൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുന്നത് നിങ്ങളുടെ വാർഡിലോ നിങ്ങളുടെ സിസ്റ്റേഴ്സിനോടോ നിങ്ങളുടെ വാർഡ് സിസ്റ്റേഴ്സിനോടോ അങ്ങനെയൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള ട്രെയിനിങ് ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ വളരെ എന്താ പറയുക അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും MRSAയെ പറ്റി മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് മെസ്സേജ് ഇടാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.